വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന പരാതിയിൽ മാപ്പ് പറഞ്ഞ് ഹൈക്കോടതി ജസ്റ്റിസ് എ ബദറുദ്ദീൻ. ചീഫ് ജസ്റ്റിസ് വിളിച്ച ചർച്ചയിലാണ് മാപ്പ് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ജഡ്ജിക്കെതിരെ പ്രതിഷേധം തുടരേണ്ടതില്ലെന്ന് അഭിഭാഷക വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ അറിവില്ലാതെയാണ് ചർച്ച നടന്നതെന്ന് അഭിഭാഷക അസോസിയേഷൻ പ്രതികരിച്ചു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ സിറ്റിംഗ് അടക്കം ബഹിഷ്കരിച്ചാണ് അഭിഭാഷകർ. ഇന്നിപ്പോൾ ഈ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പാവുകയാണോ? ഗോകുലി ഖേദം അറിയിച്ചിരിക്കുന്നു ജസ്റ്റിസ് എ ബദറുദ്ദീൻ ആ വിഷയത്തിൽ എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തുറന്ന കോടതി മുറിയിൽ അഭിഭാഷകയെ വേദനിപ്പിച്ച പ്രസ്താവനയിലാണ് ഖേദം പ്രകടിപ്പിച്ചത്. ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഖേദം അറിയിക്കുകയുണ്ടായത്. തുടർ സമരവുമായി മുന്നോട്ട് പോകരുതെന്ന് അസോസിയേഷന് ഈ അപമാനിക്കപ്പെട്ട അഭിഭാഷക കത്ത് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്തായാലും തിങ്കളാഴ്ച അവരൊരു യോഗം ചേരുന്നുണ്ട്. തുടർ നടപടി വേണോ അതോ ഈ ഖേദപ്രകടനം കൊണ്ടെല്ലാം അവസാനിപ്പിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഹൈക്കോടതിയിൽ അസാധാരണമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഇപ്പോൾ ആ വിഷയത്തിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അഭിഭാഷകയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്.